വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ദശാംശ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു ദശാംശ സംഖ്യ തന്നാൽ അതിൻ്റെ വർഗ്ഗം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഉദാഹരണമായിട്ട് 3.7 ഇതിൻ്റെ വർഗ്ഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3.7 അല്ലേ? ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് എഴുതാലോ. 3 കൂട്ടണം 0.7 എന്ന് എഴുതാം അല്ലേ? 3 കൂട്ടണം 0.7 അപ്പം നമുക്ക് മുമ്പത്തെ ക്ലാസ്സിലല്ലേ ഇതുപോലെ തന്നെ ഇത് എഴുതാലോ. എങ്ങനെയാണ്? 3 കൂട്ടണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 0.7 കൂട്ടണം 0.7 അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 3 കൂട്ടണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 0.7 കൂട്ടണം 0.7 എന്ന് പറഞ്ഞാൽ 0.7 ഗുണിക്കണം 0.7 3 ഗുണിക്കണം 3 9 ആണ്. ഇനി എന്ത് വേണം? 2 ഗുണിക്കണം 3 6 6 ഗുണിക്കണം 0.7 ആണ്. അപ്പം നമുക്ക് 6നെ ദശാംശം ഒഴിവാക്കിയിട്ട് 7 കൊണ്ട് ഗുണിക്കാം. 6 7 42 അല്ലേ? 42. ഇനി എന്ത് വേണം? ഈ ഉത്തരത്തിൽ ഇവിടെ എത്ര ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് ദശാംശമുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? വലതിൽ നിന്നും ഇടത്തേക്ക് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് ദശാംശം ഇട്ട് കൊടുക്കണം. ചോദ്യത്തിൽ എത്രയാണുള്ളത് ഉത്തരത്തിൽ അതേപോലെ ദശാംശം ഇട്ട് കൊടുക്കണം. ഇനിയോ 0.7 ഗുണിക്കണം 0.7 2 ദശാംശം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 7നെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര കിട്ടും? 49 എന്ന് കിട്ടും. ഇവിടെ ഒരു ദശാംശം ഉണ്ട്, ഇവിടെ ഒരു ദശാംശം. അപ്പം 2 സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് ദശാംശം ഇടണം. അപ്പം നമ്മളെ ഉത്തരം എന്ന് പറയുന്നത് 0.49 49 കഴിഞ്ഞിട്ട് തൊട്ട് മുമ്പിൽ, അതായത് തൊട്ട് മുമ്പിൽ പിറകിൽ എന്തിടണം? ദശാംശം ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 9 കൂട്ടണം 4.2 കൂട്ടണം 0.49. അപ്പം ഇതെല്ലാം എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. 9 നമുക്ക് 9.00 എന്ന് എഴുതാം. അതുപോലെ 4.2 അപ്പോൾ ഇവിടെയാണ് 4.2 അപ്പുറത്തെ സംഖ്യ ഒന്നുമില്ല. അപ്പം നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. ഇനി എന്ത് വേണം? 0.49 ഇങ്ങനെ എഴുതിയിട്ടാണ് ഇത് കൂട്ടേണ്ടത്. 0 കൂട്ടണം 9 ആണ് ഉത്തരം. ഇനി 0 കൂട്ടണം 2 കൂട്ടണം 4 6 ഉത്തരം. ആ ദശാംശം അവിടെ തന്നെ ഇട്ട് കൊടുക്കുക. 9 4 കൂടി കൂട്ടിയാൽ 13. 13ൻ്റെ ഒന്നിച്ച് 0 കൂട്ടിയാൽ 13 തന്നെയാണ്. അപ്പം നമ്മൾ ഉത്തരം എത്രയാണ്? 13.69 13.69. അപ്പം നമുക്ക് 3.7 എന്ന് പറഞ്ഞാൽ ഉത്തരം 13.69. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 13 കുറച്ച് ചോദ്യം നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗം കണ്ടുപിടിക്കുക. അവിടെ ഒന്നാമത്തെ ചോദ്യം 2.3. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? 2.3 2 കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ എഴുതിയ പോലെ തന്നെ 2 കൂട്ടണം 0.3 അല്ലേ? അപ്പം എന്ത് എഴുതാം? 2 കൂട്ടണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 0.3 കൂട്ടണം 0.3 ഗുണിക്കണം 0.3. നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 4 ആണ് അല്ലേ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 0.3. അപ്പോൾ 2 ഗുണിക്കണം 2 4 4 ഗുണിക്കണം 0.3 4 ഗുണിക്കണം 3 എത്രയാണ്? 12 ആണ് അല്ലേ? 0.3 ആയതുകൊണ്ട് 1.2 കൂട്ടണം. ഇനി എന്ത് വരും? 0.3 ഗുണിക്കണം 0.3 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 ആണ് അല്ലേ? ഇനി എന്ത് വേണം? നമുക്ക് 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ദശാംശം ഇടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 0.09 എന്നാണ് നമ്മൾ ഉത്തരം. എത്രയാണ്? 0.09. 0 നമുക്ക് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ദശാംശം ഇടാൻ വേണ്ടി. കാരണം 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ദശാംശം ഇടേണ്ടത്. അപ്പോൾ 9ന് മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ദശാംശം ഇടണമെങ്കിൽ. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 4 കൂട്ടണം 1.2 കൂട്ടണം 0.09. ഇതെല്ലാം കൂട്ടാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? 4.00 കൂട്ടണം 1.20 കൂട്ടണം 0.09. 0 കൂട്ടണം 0 കൂട്ടണം 9 9. 0 കൂട്ടണം 2 കൂട്ടണം 0 2. 4 കൂട്ടണം 1 5 കൂട്ടണം 0 5. ഉത്തരം എത്രയാണ്? 5.29 5.29.
അപ്പം 2.3 ഉത്തരം എന്ന് പറയുന്നത് 5.29. ഇനി നമുക്ക് അവിടെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 8.7. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 8.7 വർഗം കണ്ടുപിടിക്കണം. 8.7 അല്ലെ? അപ്പം നമുക്ക് എന്ത് എഴുതാം? 8 കൂട്ടണം 0.7 ഇനി എന്ത് ചെയ്യാം? 8.2 കൂട്ടണം 2 ഗുണിക്കണം 8 ഗുണിക്കണം 0.7 കൂട്ടണം 0.7 8.2 എന്ന് പറഞ്ഞ ഉത്തരം 8 8 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 64 കൂട്ടണം 2 ഗുണിക്കണം 8 16. 16നെ 7 കൊണ്ട് ഗുണിച്ചു നോക്കാം. ജസ്റ്റ് 16 ഗുണിക്കണം 7 ചെയ്യാം. 6 7 42 2 ശിഷ്ടം 4 1 7 7 4 11 അല്ലേ? അപ്പോൾ എത്ര കിട്ടും ഉത്തരം? 6 7 42 4 2 ആണ്. 42 2 ശിഷ്ടം 4 1 7 7 4 11. അപ്പം 112 കിട്ടി. അപ്പം നമുക്ക് ഒരു ദശാംശം ഇടാനുണ്ട്. അപ്പോൾ 11.2 എന്നാണ് ഉത്തരം വരുന്നത്. പിന്നെയോ കൂട്ടണം. അതിനെന്ത് വരും? 0.7 നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്ര ആണ് ഉത്തരം? 0.49. പിന്നെ എന്ത് ചെയ്യാം? നമുക്കതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 64.00 11.20 0.49. എന്ത് കിട്ടും? 9 6 4 1 5 0 5 6 1 7 75.69. അപ്പം നമുക്ക് 8.7 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 75.69. മനസ്സിലായില്ലേ?